ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനുമോളെ ഞെട്ടി ഉണർത്തുന്ന ആര്യനെ നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ നേരത്തെ ഒരു കുറച്ചിലൊക്കെ കേട്ട് ബാക്കിയുള്ള എല്ലാവരെയും തന്നെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദിലെ ആണെങ്കിലും നൂറേനെ ആണെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ അനുമോൾ അവിടെ തന്നെ കിടക്കുവാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പീരീഡ്സിൻ്റെ വേദനയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും കുറച്ചുകൂടെയൊക്കെ തന്നെ റെസ്പോൺസിബിളായിട്ട് നിൽക്കുന്ന ആര്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തലകണക്കെറിഞ്ഞ് അനുമോളെ ഉണർത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദിലെ നൂറയായിരിക്കുന്നോടത്ത് സന്തോഷത്തിൽ എണീക്കുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ ആര്യനാണ് എന്നറിഞ്ഞപ്പോഴത്തേക്ക് മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ച ജയിൽ നോമിനേഷൻ ഇല്ല. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള ക്യാപ്റ്റൻസിയും കാണില്ല. എല്ലാവരും ഈക്വലി എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി റീഗൽ ജുവലേഴ്സ് ഒന്നും കിട്ടത്തില്ലല്ലോ, കണക്കായിപ്പോയി എന്നുള്ള രീതിയിൽ പറയുന്ന ആര്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ടാസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാറിൽ കയറി ഇരിക്കുക, ഉറങ്ങാൻ സാധിക്കില്ല. അങ്ങനെ ഉറങ്ങിപ്പുറത്തായിട്ടുള്ള ഒത്തിരി ആൾക്കാരൊക്കെ തന്നെ സീസൺ 5 ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പാടാണ്. എനിക്കൊന്ന് ഏറ്റവും അവസാനം പിടിച്ചു നിന്നിട്ടുള്ളത് റിനോഷും അതേപോലെ തന്നെ ശോഭയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്കിൽ കൂടുതലും പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെയാണ്. അനീഷുണ്ട്, അനീഷൊക്കെ എന്തായാലും വിട്ടുകൊടുക്കില്ല. നൂറയുണ്ട്, സാബുമാനുണ്ട്, അതേപോലെ തന്നെ ആര്യൻ എന്തായാലും ജയിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും നല്ല മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ തന്നെ അങ്ങ് കുന്നുപോലെ അടുങ്ങി കിടക്കുവാണ്. പിന്നെ നോക്കുവാണെങ്കിൽ നെവിനെയൊക്കെ തന്നെ അടിച്ചുണർത്താൻ വേണ്ടി ആര്യൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനെ പോലെയാണ് ആര്യൻ ഇപ്പോൾ ലൈവിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.